അവളും അവളുടെ അമ്മയും എന്നെ കുറെ പ്രാവശ്യം എന്നെ സാമ്പത്തികമായിട്ട് കുറെ എന്നോട് ഹെൽപ്പ്, ഞാൻ 1,00,000 രൂപയോളം അവരെ സഹായിച്ചു. പിന്നെയും ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു വൈരാഗ്യം ഇവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അതിനിടയിൽ ഒരു ജഡ്ജും ഉണ്ട് ആ കൂട്ടത്തിലെ. അപ്പൊ എന്റെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞിരുന്നു ഇത് പൊക്കൂന്നുള്ള കാര്യം. അപ്പൊ അവരുടെ എല്ലാവരുടെയും കളിയാണ് ഇത്, മൊത്തം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസ് എടുത്ത് അകത്തിടുവാണെങ്കിലേ, എനിക്കിത് ഒരു അറിവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഐ വിൽ ഫൈറ്റ്, നോ പ്രോബ്ലം. എനിക്കിതിൽ ഒരു അറിവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഐ വിൽ ഫൈറ്റ്. സത്യം പറഞ്ഞാൽ ഒരു കോമഡി പീസായി മാറിക്കഴിഞ്ഞു ആരും നമ്മുടെ മീനു മുനീർ. ആരുടെയൊക്കെ പേരിൽ അലിഗേഷൻസ് വന്ന്, ആരെയൊക്കെ പേരിൽ എന്നെ പീഡിപ്പിച്ചു, കണ്ണി കാണുന്നവരെല്ലാവരും, അവളെ കൂട്ടത്ത് ഫോട്ടോ എടുത്ത എല്ലാവരുടെ പേരിലും അവൾ പീഡന കേസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായി? മുകേഷിനെ കുറിച്ച് പറഞ്ഞു, ഇടവേള ബാബു ചാടി ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു, മറ്റവൻ ബാത്റൂമിനകത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ ചുണ്ടിലൂടെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ആർക്ക് വേണോ ഞാൻ ഉമ്മ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കോമാളിയായ ഒരു കോമഡി പീസാണ് ഈ പറയുന്ന മിന്നു മുനീർ. അവൾ വീണ്ടും വളരെ ഊർജിതമായി പൂർവാധികം ശക്തിയോടുകൂടി ഇനി ആരെയൊക്കെ കണ്ണിൽ കണ്ടവരെയും ഒത്ത് ഫോട്ടോ എടുത്തവരെ എല്ലാവരെയും ചേർത്ത് ഇങ്ങനെ ഈ പറയുന്ന ലൈംഗിക ചൂഷണം തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മീനു മുനീർ ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ ചിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു കോമഡി കേൾക്കണം, അല്ലെങ്കിൽ കോമഡി ആയിട്ട് എന്തെങ്കിലും കേൾക്കണം, അവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ മതി. ഫേസ്ബുക്കിൽ ഓരോ ദിവസം അടുത്ത കഥ, നെക്സ്റ്റ് സ്റ്റോറി, ബാലചന്ദ്ര മേനോനെ കുറിച്ചിട്ട് എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റോറി ഇതാ വരുന്നുണ്ട്, ബാലചന്ദ്ര മേനോൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ നോക്കിയപ്പോഴും കുറേ ആണുങ്ങളുടെ കൂടെ നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കർത്താവിന് എന്നാണെന്ന് അറിഞ്ഞുകൂടാ അവരുടെയൊക്കെ പേരിൽ ഇങ്ങനെ കേസ് വരുന്നത്. ഇപ്പം പറഞ്ഞിട്ട് ജഡ്ജി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതോ ജഡ്ജി 12 MLA അപ്പുറത്തേക്കുന്ന 14, ഇനി നിന്നെ കയറി പീഡിപ്പിക്കാൻ ഇനി ആ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടാടി ഇടി ഉണ്ടാ? നിന്നെ പീഡിപ്പിക്കാൻ ആ ഏരിയയിൽ നിന്റെ വീടിൻ്റെ പരിസരത്ത് വല്ല പട്ടിയും വല്ലതും കാണുക, പട്ടിയും വെറുതെ വിട്ടില്ലേ, കണ്ണി കാണുന്ന എല്ലാവരും അവളെ പീഡിപ്പിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ ലോകത്ത് മൊത്തം ഇവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം ഈ പറയുന്ന നമുക്കറിയാമല്ലോ, ഹിസ്ബുള്ള പേജർ പൊട്ടിത്തെറിച്ചു, വാക്കി ടോക്കി പൊട്ടിച്ചത്, എങ്ങനെ ഏത് ടെക്നോളജി കൊണ്ടാണ് ഇത്രയും പേര് മരിച്ചത്? അപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തത്ര ഒരു പേടിയിലാണ് നമ്മുടെ ഇരിക്കുന്നത്. എപ്പോഴാണ് ഈ സാധനം പൊട്ടിത്തെറിക്കണമെന്ന് അറിഞ്ഞൂടാ. അത് പിന്നെ അത്രയ്ക്ക് ലോകം വിറങ്ങലടിച്ച് അല്ലെങ്കിൽ പിന്നെന്താണ് വണ്ടടിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഓരോ ദിവസവും ഈ പറയുന്ന ഇസ്രായേലിന്റെ ഓരോ പ്രവൃത്തിയിൽ കണ്ടാൽ ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള കോമഡികൾ കണ്ട് നമുക്ക് തിരിച്ചിരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മീനു മുനീറിനെതിരെ വരുന്ന ഒരു പരാതി, അവളുടെ സ്വന്തം കുഞ്ഞമ്മേരെ മോൾ എന്ന് പറയുന്നത് മീനു മുനീർ എന്നെ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി, എന്നെ ഓഡീഷന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ 4-5 പേരുള്ള മുറിയെ കൂടെ എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് അവളുടെ എന്താണ് വാദം. നടിയുടെ അടുത്ത ബന്ധുവായ ഒരു യുവതിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും തന്നെയും ഇങ്ങനെ കുടുക്കിയെന്നും യുവതി പറയുന്നു. എന്നെ കൊണ്ടൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അവിടെ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നു, അവിടെ ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ഷെയ്ക്കാൻ്റെ വന്നു. പിന്നെ അടുത്തയാൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു, എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷന് കൊണ്ടുപോവുകയല്ലായിരുന്നു. അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി, ഞാൻ ബഹളം വെച്ചു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ ഇവർ എന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. അതുപോലെ വാദിക്കുകയാണ്. അവളും ഈ പറഞ്ഞ മീനു മുനീർ മുമ്പ് നടത്തിയ എന്താണ്, ഇങ്ങനെയാണല്ലോ മീനു മുനീർ അപവാദങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ മീനു മുനീറും എന്താണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ കൊടുത്തത്. അതുപോലെ തന്നെ അവളുടെ സ്വന്തം കുഞ്ഞമ്മയുടെ മോള്, അമ്മയുടെ അനിയത്തിയുടെ മോള് വന്ന് പറയുകയാണെങ്കിൽ ഇവൾ ഒട്ടും ശരിയല്ല, എന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 16 വയസ്സ് പോസ്കോ ആണ്, മനസ്സിലായോ, പ്രായപൂർത്തിയായിട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഏതോ റൂമിൽ കൊണ്ടുപോയെന്നോ, ആരോ പിടിച്ചു, ആരോ ആദ്യം ഷേക്കാൻഡ് കൊടുത്തുവന്നോ, പിന്നെ അതിനുശേഷം കവിളി തൊട്ടുവന്നോ, മുടിയിൽ വലിച്ചുവന്നോ ഒക്കെ പറഞ്ഞു. അവിടെ വെച്ചിട്ട് മീനു മുനീർ അവളെ കയർക്കുന്നു. അതിനുശേഷം മതി, നീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം നമുക്ക് ശരിയാക്കാം, നമുക്ക് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാം, നിനക്ക് ഒരുപാട് പണം കിട്ടും. തന്നെ മാത്രമല്ല ഇതുപോലെ കുറേ എണ്ണത്തിനെ ഞാൻ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഈ ഫാമിലി മൊത്തം ഇങ്ങനെയാണെന്നോ എനിക്ക് മനസ്സിലാവില്ല.
എന്നൊക്കെയാണ് ഈ കുഞ്ഞമ്മയുടെ മോള് പറയുന്നത്. അപ്പോൾ നോക്കി വേണം, ഇവളുടെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ എന്തുമാത്രം വൈരാഗ്യം, എന്തുമാത്രം ചേർച്ച ഇല്ലായ്മ ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? മീനു മുനോർ അവരുടെ നിന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഞാൻ അങ്ങനത്തെ ആളെയല്ല, ഞാൻ ഇതുപോലെ എന്താണ് 10-50 പേര് അവൾ പറഞ്ഞ കണക്കനുസരിച്ചാണ് ഇനി ഒരു 50 പേരുണ്ട്. ഈ 50 പേര് ഒത്ത് ഒരു ജാഥയായിട്ട് വന്നിട്ട് ഈ പറയുന്ന ഈ കേരളത്തിലെ ഏതൊക്കെ പുരുഷന്മാരുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ട്, സാധാരണക്കാരെയൊക്കെ വിടും. സാധാരണക്കാരൊക്കെ ഇട്ട് പറഞ്ഞിട്ടൊക്കെ കാര്യം എന്തിനാണ്? റോട്ടിൽ കൂടെ തൊട്ടടുത്ത് കിടക്കുള്ളതും അല്ലെ അങ്ങോട്ട് വന്ന പാല് അവളെ ലിസ്റ്റിൽ പറഞ്ഞ് ചിലപ്പോൾ പാല് കൊണ്ടുവരുന്നവൻ കാണും, അവിടെ പിന്നെ കറക്കാൻ വരുന്നവൻ കാണും, അങ്ങനെയുള്ള എല്ലാവരും കാണും. അപ്പോൾ അവരെയൊക്കെ അങ്ങ് വിട്ടിട്ട് ഉന്നതന്മാരെ മാത്രം, അതായത് പിന്നെ മന്ത്രി, ജഡ്ജി, പിന്നെ സെലിബ്രിറ്റീസ്, നടന്മാർ അവരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു കേസ് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 50 പേര് ഒത്ത് ജാഥയായിട്ട് വന്ന് ഒത്ത് ഇങ്ങനെ കേസ് കൊടുക്കും. അതിൽ ഈ പറയുന്ന മന്ത്രിമാരുൾപ്പെടെ, പിന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ, പിന്നെ സിനിമാ നടന്മാരുൾപ്പെടെ, അങ്ങനെ ഉന്നതങ്ങളിലിരിക്കുന്ന എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ ഇവള് പൈസ വാങ്ങിച്ചിട്ട് ചെയ്തതെന്നാണ് ആര് പറയുന്നത്? മിനു മുനീർ പറഞ്ഞത്. ആയിരിക്കാം. ഇനി നിനക്ക് അത് തന്നെ വേണം. നീ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നീ എവിടേക്ക് വന്ന് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ പോയി വല്ലയിടത്തും പോയി പാവിരിച്ചു കൊടുത്ത് അവരുടെ അടുത്തൊക്കെ പോയി കിടന്ന് അവൻ കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇപ്പം കിളവിയായി ആരും മൈൻഡ് ചെയ്യില്ല എന്ന് തോന്നിയപ്പോൾ നിനക്കെന്താണ് കൊണ്ട് ഹാലളായി? നിനക്കെന്താ ചീപ്പ്? ഇവൾക്ക് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു കുഴപ്പം, എന്തിൻ്റെ ചെറിയൊരു കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ വന്ന നമ്മുടെ ആരാണ് ഇൻ്റർവ്യൂവിൽ, അതായത് നമ്മുടെ ചാനലിൽ ഇവൾ വന്നിരുന്ന് പറഞ്ഞത്, എന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ഒരാളുടെ പൈസ ചോദിച്ചത് തെറ്റാണോ എന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൾ വരുന്നെങ്കിൽ അവൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. മാനസികമായിട്ട് ചെറിയ, അല്ലെങ്കിൽ ആരെങ്കിലും പറയൂടെ എന്നെ ഇത്രയും ക്രൂരമായ പീഡിപ്പിച്ച ഒരാളല്ലേ, അതുകൊണ്ട് എൻ്റെ പിന്നെ ബർത്ത്ഡേക്ക് എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 25,000 രൂപ ചോദിച്ചവൻ തന്നുകൂടെ, അവൻ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് വിളത്തിനെങ്കിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും മീനു മുനീർ പെട്ടിട്ടുണ്ട്. മീനു മുനീർ അവിടെ കിടന്ന് ഘോരം വാദിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇവർ തിരിച്ചൊരു പണി കൊടുത്തില്ല. നീ തിരിച്ചതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ കൊണ്ട് നിനക്കെതിരായിട്ട് ഫേക്ക് അലിഗേഷൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. നീ ഒരു തെളിവും ഇല്ലാതെ ആണല്ലോ അലിഗേഷൻ കൊടുത്തത്. അപ്പോഴവരെന്തൊക്കെയാണ് നീ അവിടെ ചെന്ന് കിടന്നു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് രമ്യതയിലായിട്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ ഓടി വിളിച്ചെല്ലാം ചെയ്തതിന് ശേഷം അവസാനം കിളവിയായി ആരും തിരിഞ്ഞു നോക്കാനും നീ എന്ത് ചെയ്തു? ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ അവരെന്നെ മനഃപൂർവ്വം അല്ല എന്താണ് പിന്നീട് മനഃപൂർവ്വം എന്നെ പീഡിപ്പിച്ചതാണ്, എൻ്റെ പിന്നെ സമ്മതമില്ലാതെ എന്നെ പീഡിപ്പിച്ചതാണെന്ന് നീ ഒരു കേസ് കൊടുത്തില്ല. അതുപോലെ തന്നെ അവരും ചെയ്തു. അവളിലും തെളിവും തേങ്ങയൊന്നും കാണത്തില്ല. ചിലപ്പോൾ അവൾ പറയാൻ നുണയായിരിക്കും, ചിലപ്പോൾ അവൾ പറഞ്ഞാൽ ശരിയും ആയിരിക്കാം. എന്തോ ആയിക്കോട്ടും നിനക്കിത് കിട്ടാനുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നീയും കൂടി മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് കൊടുക്കും മറ്റുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മീനു മുനീറും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കോമഡി പീസായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്ന ലോകം ഇത്രയും ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയത്ത് മീനു മുനീറിനെ പോലുള്ള പിന്നീട് ഫേസ്ബുക്ക് പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ ഒരു ഫേസ്ബുക്ക് ലൈവൊക്കെ ഇട്ടിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അതും കൂടി കണ്ട സത്യമായി ചിരിച്ച് ചാവാനുള്ള സംഭവമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അത് ഒരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ് ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK-യിലെ ഒരു സ്പോൺസർ. അപ്പൊ ആ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്.